ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിതാ വീടെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ പള്ളിയിൽ പോയി നാഷ്ടാക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. എൻ്റെ ഷാല് രാത്രി 2 മണിയൊക്കെയാണ് ഞങ്ങൾ ഉറങ്ങിയത്, അതുകൊണ്ട് എണീച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ട് രാത്രി ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ എണീച്ചതും നാഷ്ടത്തിനുള്ള പണിയും അങ്ങനെയൊക്കെ തിരക്കിട്ട പണിയാണ്. പിന്നെ അപ്പോൾ അതിലെല്ലാം കുളിച്ച് പള്ളിയിൽ പോയി. പിന്നെ ഫുഡിൻ്റെ പണി, രാവിലത്തെ നാഷ്ട എല്ലാം ചെമ്മിയാണ്. അതെൻ്റെ പെങ്ങളാണ്. അങ്ങനെ ഇതാ ബദാം കലക്കി കുറേ ആൾ വന്ന് കുടിച്ച് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നാഷ്ട എല്ലാം ആക്കി കഴിഞ്ഞ്. പിന്നെ അതേ കുട്ടികളെല്ലാം കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ബിരിയാണി വെക്കുന്നുണ്ട്, കബാബ്. അപ്പോൾ ബീഫ് ബിരിയാണി ഇതാ തൈര് ഉണ്ടാക്കി വെച്ച്. അപ്പോൾ എന്തായാലും എല്ലാ പെരുന്നാൾ പോലെയല്ല, ഇന്ന് ഒരുപാട് പേരുണ്ടല്ലോ, സന്തോഷം. പിന്നെ ഞാൻ ഒറ്റക്കായിരിക്കും, അതുകൊണ്ട് മെല്ലെ പണി തീരുള്ളൂ. ഇന്ന് അങ്ങനെയല്ല കേട്ടോ, പണി പെട്ടെന്ന് തീർത്ത് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നുള്ള പ്ലാനിങ്ങുണ്ടായി. അങ്ങനെ രാഷ്ട്രത്തെ പെങ്ങളാണ് ചുമ്മി കൂടെ കുഞ്ഞിനെ ഒരുക്കി കുളിപ്പിച്ചിട്ട് ഡ്രസ്സ് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ സുന്ദരിയാകുന്നുണ്ട്. പിന്നെ എൻ്റെ ഷാല് കുളിച്ച് പാമ്പേഴ്സ് ഇട്ടിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് ഓരെല്ലാം വന്ന് കുട്ടികളെ ഡ്രസ്സെല്ലാം മാറ്റിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു. ചെറിയ മക്കളെ ഒരുക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ എടുക്കണം, ഇല്ലെങ്കിൽ എന്താവും എന്ന് പറഞ്ഞാൽ പിന്നത്തെ ഫോട്ടോ പിന്നെ പറയണ്ട. ഇത് ഞങ്ങളെ വീട്ടിൻ്റെ താഴത്തെ, അറിയാമല്ലോ, എൻ്റെ വീഡിയോയിൽ അധികം കാണാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ വീഡിയോയിലുള്ള കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവർ പെരുന്നാൾ പൈസയൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ നിസാമിനെ ചൊറാക്കുന്നതെന്നാണ്. പനീൻ്റെ പേര് നിസാം എന്നാണ്. അപ്പോൾ ഓനെ ഇടങ്ങാറാക്കി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അളിയന്മാർക്ക് അവർക്ക് ചോറെല്ലാം കൊടുത്ത് കുട്ടികളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും കൊടുത്ത് പിന്നെ ലാസ്റ്റാണ് ഞാനും പെങ്ങളും ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം എൻ്റെ ഡ്രസ്സ് കാണിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞോളം ഞാൻ ഷോപ്പിംഗ് വീഡിയോ എന്നിട്ട് കാണിച്ചിട്ടുണ്ടായി. ഈ പ്രാവശ്യം ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇപ്പോഴത്തെ മോഡലാണല്ലേ. അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഡ്രസ്സെല്ലാം മാറ്റി 1 മണിയായിനെ. നേരെ ഇനി ആമീൻ്റെ വർക്ക് വെക്കണം കേട്ടോ. ഇനി ഞാൻ പെങ്ങൾ പറയുന്നില്ല, ആമീൻ്റെ വർക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് ഫോട്ടോസ് എടുത്ത്. ഇതന്നെയല്ലേ പെരുന്നാൾക്ക് ആകെപ്പാടുള്ളത്. അപ്പോൾ റീലെടുക്കുന്നത് പറഞ്ഞിട്ട് അവരെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് ആക്കിയത്. ഇവിടെ കോഴി ബിരിയാണി ആക്കിയിട്ടുണ്ടായി, ചിക്കനായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചതെന്ന് പറയുകയാണെങ്കിൽ പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു നുള്ളു ചോറ് കഴിച്ചു, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ബൈക്കിന് മുമ്പിലെല്ലാം പോയി കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചുറ്റുപാടുള്ള സ്ഥിരവും പോകുന്ന അയൽവക്കക്കാരോടെ എല്ലാം ഒന്ന് കയറിക്കിയാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സാധാരണ അപ്പുറപ്പുറമുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും. ഇന്ന് ഇവരാണ് എൻ്റെ നമ്മളെ കൂടെ ഉള്ളത്. ഞാനും ആമിയും അധികം പെരുന്നാക്കും അങ്ങനെ എല്ലാ വീട്ടിലും കയറും. ആമീൻ്റെ കൂടെ ഞാൻ കയറാൻ പോക്കുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു എൻ്റെ അപ്പം ട്യൂഷന് പോകുന്ന സ്ഥലത്ത് അവിടെ വീട്ടിലേക്ക് ഫസ്റ്റ് കയറി. പിന്നെ ഈ പെരുന്നാൾക്ക് വെച്ചെങ്കിൽ സ്കൂളും മദ്രസ ലീവ് ഉള്ളത് കൊണ്ട് എല്ലാവരും അവരവരെ വീട്ടിലാണ് കേട്ടോ. അധികം വീട്ടിലും ആളില്ല. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അവിടെ എല്ലാം കുറച്ച് വീട്ടിലെല്ലാം കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ അതേ ആമീൻ്റെ വീട്ടിൽ തന്നെ തിരിച്ച് വന്നതാണ് കേട്ടോ. വെയിലും കൊണ്ട് നടക്കാനാകുന്നില്ല. അങ്ങനെ പെട്ടെന്നുള്ളിലേക്ക് കയറി റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് 5 മിനിറ്റ് ഇരിക്കാണ്ടിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്കല്ല കേട്ടോ, അനിയൻ്റെ ഭാര്യൻ്റെ വീട്ടിലേക്കും പെങ്ങന്മാരുടെ വീട്ടിലേക്കെല്ലാം ഒന്ന് കറങ്ങി കേട്ടോ. അങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.
പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എവിടെ പോകാനില്ല. ഇപ്രാവശ്യം പിന്നെ കുറച്ച് അതിലെല്ലാം ചുറ്റിക്കറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.